പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വീണ്ടും പോസ്റ്ററുകൾ. തൊടുപുഴയിലാണ് പോസ്റ്റർ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാനുള്ള വ്യാമോഹം വിലപ്പോകില്ലെന്നാണ് പോസ്റ്ററിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ ആശീർവാദ് തിയേറ്റർ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം DCC ഓഫീസിന് മുൻപിൽ സതീശനെതിരെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലായിരുന്നു ഈ ഫ്ലെക്സ്. വി.ഡി. സതീശന്റെ PR പണി അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തലയെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം നടക്കില്ലെന്നും ഫ്ലെക്സിൽ പറയുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായ PR ഏജൻസി വിവാദങ്ങൾക്കിടയിലാണ് സ്വന്തം ജില്ലയിലെ പാർട്ടി ഓഫീസിന് മുൻപിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരമൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ മാറ്റവുമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. സംഭവം വിവാദമായതോടെ ഫ്ലെക്സ് നീക്കം ചെയ്യാനുള്ള നീക്കത്തിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ആരാണ് ഈ ബോർഡിന് പിന്നിലെന്ന് കണ്ടെത്താൻ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നേക്കും. അതേസമയം മലപ്പുറത്ത് സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. തവനൂർ മണ്ഡലത്തിലെ തൃപ്പങ്ങോട്, പെരുന്തലൂർ ഭാഗത്താണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ പാറപ്പുറത്തും ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു. ഫ്ലെക്സിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടെ LDF അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനും, UDF എങ്കിൽ വി.ഡി. സതീശനും മുഖ്യമന്ത്രിയാവണമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നു. സർവേയിൽ പങ്കെടുത്ത 33% ആളുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ പിന്തുണച്ചത്. KK ശൈലജയ്ക്ക് 2% പിന്തുണയുണ്ട്. LDFിൽ നിന്നുള്ള മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാകുന്നതിനെ 5% ആളുകൾ പിന്തുണച്ചു. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 21% ആളുകൾ വി.ഡി. സതീശനെ പിന്തുണച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് 8% പിന്തുണയുണ്ട്. KC വേണുഗോപാലിനെ 3% ആളുകളും വേണുഗോപാലിനെ 3% ആളുകളും പിന്തുണയ്ക്കുന്നുണ്ട്. UDFിൽ നിന്നുള്ള മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാവട്ടെ എന്ന് 11% ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. NDA അധികാരത്തിലെത്തുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാവേണ്ടത് എന്നാണ് കൂടുതൽ ആളുകളുടെയും അഭിപ്രായം. 4% ആളുകൾ രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണച്ചപ്പോൾ 9% ആളുകളും NDAയിൽ നിന്നുള്ള മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാവണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്തായാലും കോൺഗ്രസിനകത്ത് തന്നെയുണ്ടായ ഈ ചേരിപ്പോര് കൂടുതൽ രൂക്ഷമാകുന്നുണ്ട്. റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ ഫ്ലെക്സുകൾ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒടുവിലാണ് തൊടുപുഴയിലും ഉണ്ടായിരിക്കുന്നത്.